സ്വന്തം നിലയിൽ ജീവിതം കെട്ടിപ്പടുത്തുയർത്തുന്നവരാണ് അത്തം നാളുകാർ. മറ്റുള്ളവരെ അനുകരിക്കാനോ അവരുടെ പാത പിന്തുടരാനോ ഒന്നും ഇവരെ കിട്ടാറില്ല. വളരെയധികം ആത്മവിശ്വാസവും അർപ്പണബോധവും ഉള്ളവരാണ് ഇവർ. മനസ്സിൽ ഏതെങ്കിലും ഒരു കാര്യം ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ എന്ത് ത്യാഗം സഹിച്ചും അത് നേടിയെടുത്തു കഴിഞ്ഞിരിക്കും. എവിടെയും തൻ്റേതായ നിലപാടുകളും അഭിപ്രായങ്ങളും ഉള്ളവരാണ്. അഭിപ്രായങ്ങൾ എവിടെയും ഏത് വേദിയിലും വെട്ടിത്തുറന്ന് പറയുന്നവരുമാണ്. തനിക്ക് പൂർണ്ണമായ വിശ്വാസം വരാതെ ഇവർ ആരെയും അംഗീകരിക്കാറില്ല. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനമില്ലാതെ വിശ്വസിക്കുന്നവരുമല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ പൊതുവിൽ വളരെ ശാന്തശീലരായിട്ടാണ് കാണപ്പെടുന്നത്. ഇവരുടെ പുഞ്ചിരിക്ക് എപ്പോഴും ഒരു വശ്യതയുണ്ടായിരിക്കും. ഒരിക്കൽ ഇവരെ പരിചയപ്പെട്ടാൽ പിന്നെ ഇവരെ മറക്കുവാൻ പാടാണ്. ഇവരുടെ വ്യക്തിത്വം നേരിയ തോതിലെങ്കിലും നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടാകും. എങ്കിലും ഇവർക്ക് മറ്റുള്ളവരുമായി ദീർഘകാലത്തേക്കുള്ള സൗഹൃദങ്ങൾ വളരെ കുറവായിരിക്കും. ഇവരുടെ പ്രായോഗിക ബുദ്ധിയും അറിവും വളരെ മികച്ചതായിരിക്കും. വിദ്യാഭ്യാസം കുറഞ്ഞവരിൽ പോലും നല്ല അറിവ് നമുക്ക് കാണാൻ സാധിക്കും. കലാസാഹിത്യ വാസനകൾ ഉള്ളവരുമാണ് ഇവർ. ഇവർക്ക് സ്വാർത്ഥതയും അസൂയയും വളരെ കുറവാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സ് കാണിക്കുന്നവരുമാണ്. ഇവർ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കും മുമ്പ് അതേക്കുറിച്ച് നന്നായി ആലോചിക്കുന്നു. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ ഇറങ്ങാറുള്ളൂ. എന്നാൽ ഇവർ ആലോചിക്കാതെ പല കാര്യങ്ങളിലും എടുത്തു ചാടി അബദ്ധങ്ങൾ പറ്റുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. ഇവർ സാധാരണഗതിയിൽ ആരുമായിട്ട് ഒരു പ്രശ്നത്തിനും പോകുന്നവരല്ല. പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കുന്നവരുമാണ്. എന്നാൽ ഇവരുടെ ക്ഷമയെ കൂടുതൽ പരീക്ഷിക്കുന്നത് അപകടകരമാണ്. കുടുംബസ്വത്തോ മറ്റുള്ളവരുടെ ധനമോ ഇവർ പ്രതീക്ഷിക്കാറില്ല. സ്വന്തമായി അധ്വാനിച്ച് ജീവിതത്തിൽ ഉയർച്ച നേടണമെന്ന് ആഗ്രഹമുള്ളവരാണ്. മിക്കവാറും ഇവർ അങ്ങനെ തന്നെ ആയിത്തീരുകയും ചെയ്യും. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം പോലെയാണ് ഇവരുടെ ജീവിതവും. അതിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല. ഉയർച്ചകളും താഴ്ചകളും ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്നുള്ള താഴ്ചയും ഉണ്ടാകാറുണ്ട്. അതുപോലെ ഇവരുടെ മാനസിക നിലവാരവും പലപ്പോഴും സംഘർഷഭരിതമായിരിക്കും. ഇവർക്ക് പ്രണയ സംബന്ധമായ കാര്യങ്ങളോട് ഒരു പ്രത്യേക ആഭിമുഖ്യമുണ്ടായിരിക്കും. എങ്കിലും കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകൾ സംഭവിക്കും. ഇവർ ദീർഘായുസുള്ളവരാണ്. ജീവിതത്തിൽ പല അപകടങ്ങളിൽ നിന്നും ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നവരാണ്. മറ്റുള്ളവരുമായി നല്ല സഹകരണത്തിൽ പെരുമാറുന്നതുകൊണ്ട് ഇവർക്ക് ഒരു ദുഃഖമോ സന്തോഷമോ ഉണ്ടായാൽ 4 പേർ എപ്പോഴും ഇവർക്കൊപ്പം ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഒരു മധ്യകാലഘട്ടം എത്തുമ്പോൾ ഇവർക്ക് ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു. സ്വന്തം അധ്വാനത്തിലൂടെ സ്വന്തമായി വീടും സ്ഥലങ്ങളും വാഹനങ്ങളും ഒക്കെ സ്വന്തമാക്കാൻ ഇവരിൽ നല്ലൊരു ശതമാനം പേർക്കും സാധിക്കുന്നു. സെക്സിൽ അല്പം താല്പര്യം കൂടുതലുള്ളവരാണ്. ഇവർക്ക് ഒരാളോട് പ്രണയപരമായ ഒരിഷ്ടം തോന്നിയാൽ അതിവർ തുറന്നു പറയുവാൻ മടി കാണിക്കുന്നു. ഈ ഒരു സ്വഭാവം പലർക്കും പ്രണയ നഷ്ടങ്ങൾക്കും കാരണമാകുന്നു. ഇവരിൽ ചിലർക്ക് നേരത്തെ തന്നെ തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ കണിശക്കാരാണ്. പലപ്പോഴും ഇവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നില്ല. ഈ സ്വഭാവം പല സൗഹൃദങ്ങളും ഇവർക്ക് നഷ്ടപ്പെടുത്തുന്നു. ഒരാളോട് ഇവർ പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുവാൻ പാടാണ്. ഇവരുടെ ജീവിത വിജയത്തിന് പിന്നിൽ കഷ്ടപ്പാടുകളുടെയും യാതനകളുടെയും ഒരുപാട് കഥകൾ പറയാനുണ്ടാകും.